ബുള്ളറ്റ് പാർക്ക് ചെയ്ത കിഷോർ തിരിഞ്ഞതും കയ്യും കെട്ടി വീർത്ത മുഖവുമായി തന്നെ നോക്കി നിൽക്കുന്ന അനിയെ കണ്ട് ഒന്നമ്പരന്നു. ഇവളെന്താ ഇവിടെ? മനസ്സിലോർത്തുകൊണ്ട് അവൻ അവളെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി. പിന്നെ പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു. അതെ, മരക്കുറ്റി പോലെ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടില്ല, അതല്ലേ പോയത്, അവൻ ഗൗരവം വിടാതെ പറഞ്ഞു. ഒപ്പം അവളുടെ പിടി വിടുവിച്ചു. ദേ, കളിക്കല്ലേ, ഞാനിവിടെ നിൽക്കുന്നത് കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ കവിൾ വീർപ്പിച്ചു. മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ പിടിച്ചു നിർത്തുന്നത്? അത് എനിക്കൊരു കാര്യം അറിയണം. ചോദിച്ചോ, അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അതാണല്ലോ എൻ്റെ ജോലിയും. അതിന് എനിക്കറിയേണ്ടത് പഠിത്തത്തെക്കുറിച്ചല്ല, അവൾ കടുപ്പിച്ചു. പിന്നെ? അവൻ മുഖം ചുളുക്കി. അതെ, ആരാ പെൺകുട്ടി? അപ്പൊ കണ്ടു, ഏറ്റിട്ടുണ്ട്. കിഷോർ ഉള്ളിൽ ചിരിച്ചു. അവൻ പെട്ടെന്ന് ഗൗരവമണിഞ്ഞു. ഏത് പെൺകുട്ടി? അവൻ അറിയാത്തതുപോലെ നിന്നു. ഞാൻ കണ്ടല്ലോ, ഇപ്പൊ റോഡിൽ വെച്ച് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കവളിൽ തഴുകുന്നു, അവൾ വീർത്തു കെട്ടി പറഞ്ഞു. അത് കണ്ടതും അവൻ അവളോട് പാവം തോന്നി. അതിപ്പോ താൻ അറിയുന്നത് എന്തിനാ? എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. പറ, ആരാ കുട്ടി? അങ്ങനെ ആരും കിച്ചണിനോട് കൂടുതൽ അടുക്കണ്ട. എനിക്കതിഷ്ടമല്ല. അത് കേട്ടതും മുഖത്ത് വന്ന സന്തോഷം അവൾ കാണാതെ ഇരിക്കാൻ അവൻ വേഗം തിരിഞ്ഞു. അനി കരുതിയത് അവൻ പോകാൻ തുടങ്ങുവാണെന്നാണ്. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. കിച്ചേട്ടാ, എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ? ആരെ? വിനുവിനെയോ? അനി പെട്ടെന്ന് അവൻ്റെ കയ്യിലെ പിടിവിട്ടു. ആ അതെ, വിനുവേട്ടനെ തന്നെ, വാശി പോലെ അവൾ പറഞ്ഞു. അവൻ്റെ മുഖം ഇരുണ്ടു. പിന്നെന്തിനാ ഇപ്പൊ എൻ്റെ പിന്നാലെ വന്നത്? ഞാൻ ആരോട് സംസാരിച്ചാ തനിക്കെന്താ? ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സംസാരിക്കും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആ, സംസാരിച്ചോ, അതിനിപ്പോ എനിക്കെന്താ? ഞാൻ പിന്നെ വെറുതെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അതാരാണെന്ന് അറിയാൻ വേണ്ടി. അല്ല, അതുപോലെയായിരുന്നു ചിരി. ഇത്രയും ഭംഗിയായി ചിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാനെന്താ കരയണോ? അതും എൻ്റെ അമ്മൂൻ്റെ മുന്നിൽ? അവൾ എനിക്കാരാണെന്നറിയോ? എൻ്റെ എല്ലാമാ, എൻ്റെ സ്വന്തം. ഞാൻ ചിരിക്കും, അവളോടൊപ്പം കറങ്ങും, ചിലപ്പോ അവളെ അങ്ങ് കെട്ടും. അതിനിപ്പോ ഇയാക്കെന്താ പ്രോബ്ലം? എന്തോ ഒരു ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. അനി അവനെ വലിച്ചു തിരിച്ചു. അവളുടെ മുഖം ചുവന്നു തുടിത്തിരുന്നു. അതുകണ്ട് കിഷോർ ഒന്നമ്പരന്നുപോയി. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ പറഞ്ഞത്? എടോ, എന്താ പറഞ്ഞേന്ന്? താൻ അവളെ കെട്ടുവോ? പിന്നെ ഞൊട്ടും. താൻ ആരാടോ? കാമദേവനോ? കണ്ട പെൺപിള്ളേരെല്ലാരും തൻ്റെ പിന്നാലെ നടക്കാൻ. ഒരു കിഷോർ കണ്ടച്ചാലും മതി. മുരടൻ, കശ്മലൻ, കാണ്ടാമൃഗം. തന്നെ ഉണ്ടല്ലോ. അവൾ കൈ അവൻ്റെ കഴുത്തിന് നേരെ ഉയർത്തി. പിന്നെ കൈ മെല്ലെ ചുരുട്ടി. ഹോ, പ്രേമിക്കാൻ തോന്നിയൊരു ചളുക്ക്. എടോ കിച്ചേട്ടാ, ഛേ പുല്ല്. എടോ സാറേ, നിങ്ങൾ അവളെ എങ്ങാനും പ്രേമിച്ച? അറിയില്ല തനിക്കെന്നെ, തൻ്റെ ഒരമ്മു. ആ പെണ്ണിനെ കാണാൻ ഇച്ചിരി കൊള്ളാം, അത് സമ്മതിച്ചു. എന്നാലും ഇയാളെ പ്രേമിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇയാൾ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടും ഈ പിന്നാലെ വരുന്നത് അത്രയ്ക്കും ഇഷ്ടമുള്ളോണ്ടാ. കേട്ടോടോ മരമാക്രി, ഇതിൻ്റെ പേരിലെങ്ങാനും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ സത്യമായും കിച്ചേട്ടാ നിങ്ങളെ ഞാൻ കിസ്സടിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിസ്സടിക്കും. അറിയാലോ എന്നെ, പറഞ്ഞതുപോലെ ചെയ്യും ഞാൻ. അവൻ അവളുടെ പറച്ചിൽ കേട്ട് കീളി പോയി നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ജെന്നി പറഞ്ഞത് ഇതല്ലല്ലോ. ഞാൻ റൂട്ട് മാറി.
സാരമില്ല, ഇപ്പൊ കറക്റ്റ് ആക്കാം. അതെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇയാളെ എന്റേതാ, എന്റേത് മാത്രം. ഒരമ്മൂനും കുമ്മൂനും വിട്ടു കൊടുക്കില്ല ഞാൻ, കേട്ടോടോ സാറേ. അവൾ അവന്റെ കോളറിൽ പിടിച്ച് മുഖം താഴ്ത്തി. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. മര്യാദയ്ക്ക് എന്നെ പ്രേമിച്ചോണം, പറഞ്ഞേക്കാം. ഇനി അവളുടെ കൂടെ കിന്നരിക്കുന്നത് കണ്ടാ ഉണ്ടല്ലോ. അവൾ അവന്റെ ചുണ്ടിൽ ഒന്നമർത്തി മുത്തി മാറി. അവന്റെ കണ്ണ് തള്ളിപ്പോയി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരു നാണം കലർന്ന ചിരിയോടെ പിടിവിട്ടു. അമ്പരന്ന് വായും പൊളിച്ച് നിൽക്കുന്ന കിഷോറിനെ നോക്കി അവന്റെ കവിളിൽ അമർത്തി ഒരു ഉമ്മയും കൊടുത്ത് അവളോടി. ഹലോ കിച്ചേട്ടാ, ഐ ലവ് യു. ഇയാളെ ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ. ഇയാൾ എന്റേതാ, എന്റേത് മാത്രം. അവൾ പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കിഷോർ കവളിൽ കൈ അമർത്തി അവളെ നോക്കി നിന്നുപോയി. എന്തൊരു പെണ്ണാ ഇത്, മരം കേറി. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അനി ഓടി വരുന്നത് കണ്ടതും തനിയുടെ ശ്വാസം നേരെ വീണു. ജെന്നി ദേ വരുന്നുണ്ട്. കൈക്കും കാലിനും മുഖഷേപ്പിനും മാറ്റമൊന്നുമില്ല. ചിരിയോടെ തനി പറഞ്ഞതും വസുദേവ് പൊട്ടിച്ചിരിച്ചു. ജെന്നി, നീ പറഞ്ഞതിലും കൂടുതൽ പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ചു. കിച്ചേട്ടൻ ഫ്ലാറ്റ്. കൂടും കുടുക്കയും വിട്ട് കിളികൾ മുഴുവൻ പറന്നകുന്ന പോലെ കണ്ണും തള്ളി നിൽപ്പുണ്ടവിടെ. അപ്പോ അങ്ങേരെ പിടിച്ച് കിസ് അടിച്ചിട്ടുള്ള വരവാ അല്ലേ? വസുദേവ് പുരികമുയർത്തി. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അനി ഞെട്ടലോട് അവനെ നോക്കി ചോദിച്ചു. അതൊക്കെ അറിയാം. അവൻ പറഞ്ഞതും ജെന്നി അവനെ രൂക്ഷമായി നോക്കി. അതെ, ദേവേട്ടൻ ചെല്ല്, ഫ്രണ്ട്സ് വെയിറ്റിംഗ് അല്ലേ. ഞങ്ങൾക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. ഓ, ഉത്തരവ്. അവൻ നടുവളച്ചു. കുശുമ്പി പാറു. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് നടന്നു. അതേടാ, സത്യത്തിൽ നീ സാറിനെ കിസ്സടിച്ചോ? യായാ. അവൾ തലകുലുക്കി. പൊട്ടി, നാറി, ചെറ്റ, നാണമില്ലാത്ത കോവർ കഴുത. പറയാനൊരുത്തി, ചെയ്യാൻ മറ്റൊരുത്തി. നിന്നെയൊക്കെ മടലി വെട്ടിയടിക്കണം. രോഷം കൊണ്ട തനിയെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട്. മോളെ തനിക്കുട്ടാ, ഭാവിയിൽ ഞാൻ നിന്റെ ഏട്ടത്തെയും നീ എൻ്റെ അനിയത്തിയുമാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ നമ്മളൊരു കുടുംബമാണ്, അത് മറക്കണ്ട. ഞാൻ ആദ്യം അവിടെ കയറി പറ്റിയ തട്ടമിട്ട സുന്ദരി നിന്റെ വഴി ഞാൻ സൂപ്പറായി തെളിയിച്ചു തരാം. കണ്ണും പൂട്ടി നീ അങ്ങ് കയറി വന്നാൽ മാത്രം മതി. എന്തേ, ഓക്കെ ആണോ? ദേ പെണ്ണെ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എങ്ങനെയെങ്കിലും ഈ ഡിഗ്രി എടുത്തിട്ട് പുറത്തോട്ട് വല്ലതും പറക്കണമെന്നാ എനിക്ക്. ആരുടെ പുറത്ത്? എൻ്റെ അനിയൻകുട്ടിയുടെ ആണോ? ദേ അനി, കളിക്കല്ലേ നീ. എനിക്കാണേ അതിനെ എങ്ങനെ ഒഴിവാക്കണോ എന്ന് പോലും അറിയില്ല. അപ്പോഴാ നിന്റെ വക കമന്റ്. എനിക്ക് വേണ്ട വരനെ കണ്ടെത്താൻ എൻ്റെ വാപ്പയ്ക്കറിയാം. അതിലാരും തലയിടണ്ട കേട്ടോ. അത് വെറുതെ. മോളെ തസ്നി, നീ ഒടിയനോട് മായം കാട്ടല്ലേ. പോ പെണ്ണെ, ഞാൻ പോവാ. ഹ, ചെല്ല് ചെല്ല്, ഞാൻ പിടിച്ചോളാം. എന്തിനാടാ വെറുതെ, ചുമ്മാ ഒരു രസം. നീ വാ. അനി ജെന്നിയുടെ കഴുത്തിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. ഡാ, നീ കിസ്സടിച്ചപ്പോ സാർ ഒന്നും മിണ്ടിയില്ലേ? പട്ടക്കം പൊട്ടുമ്പോൾ ഒരടി ഞാൻ പ്രതീക്ഷിച്ചു. എടി ദുഷ്ടേ, അപ്പൊ നീ എന്നെ അങ്ങേർക്ക് മുന്നിൽ എറിഞ്ഞു കൊടുത്തതാ അല്ലേടി? ശേഷേ, അങ്ങനെയല്ല നിക്കുട്ടാ, ഞാൻ അങ്ങനെ ചെയ്യോ? ഇത് വേറെ റൂട്ടാ ഞാൻ പ്രതീക്ഷിച്ചത്. നീ കിസ്സുന്നു, സർ വയലന്റ് ആകുന്നു, നിന്നെ തല്ലുന്നു, നീ കണ്ണു നിറച്ചോടുന്നു, സാറിന് വിഷമം വരുന്നു, പുള്ളി നിന്റെ പിന്നാലെ ഓടി വരുന്നു. ഓ മതി മതി. എന്തായാലും കിച്ചേട്ടൻ കിളിപോയി നിന്നത് കാര്യമായി. ഇല്ല, എൻ്റെ ഷേപ്പ് മാറിയനെ. മോളെ ജെന്നി, ഇനി നീ പറയുന്നത് എന്തിനും ഒന്നും ആലോചിച്ച് കണ്ട് മാത്രമേ ഞാൻ ചാടിപ്പുറപ്പെടൂ. ഈ ഷേപ്പ് പോയാ പിന്നെ തിരിച്ചു കിട്ടിയെന്നും വരില്ല മോളെ. അനി പറഞ്ഞതും
ജെന്നി പൊട്ടിച്ചിരിച്ചു. എടാ, നമ്മുടെ പാറു വന്നില്ലല്ലോ. ഇന്നലെ തനി പറഞ്ഞു അവളുടെ അച്ഛൻ ഹോസ്പിറ്റലാണെന്ന്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വൈകുന്നേരം നമുക്കൊന്ന് പോയാലോടാ? ആ, പോകാടാ. എന്നാ വാ, ക്ലാസ് കഴിഞ്ഞ് ഒരുമിച്ച് പോകാം. അവർ ക്ലാസ്സിലേക്ക് നടന്നു. ജെന്നി ചിരിച്ച് സംസാരിച്ചു പോകുന്നത് കണ്ട് എലീനയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് എലീന മനസ്സിൽ കണക്കുകൂട്ടി. ലഞ്ച് ബ്രേക്ക് ആയതും വസുവിന് മനുവിൻ്റെ കോൾ വന്നു. എത്രയും പെട്ടെന്ന് ജെനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും അവൻ്റെ അച്ഛൻ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു എന്നും അറിയിച്ചു. വസുവിന് ദേഷ്യം തോന്നി. ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് അച്ഛൻ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ജെന്നിയുടെ വീട്ടിൽ വിവരം ധരിപ്പിക്കാൻ എന്തായാലും സമയം പിടിക്കും. എന്തു വന്നാലും അവളെ വിട്ടുപോകില്ലെന്ന് വസു ഉറച്ച തീരുമാനമെടുത്തു. അഭിനയയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അവന് ദേഷ്യം വന്നു. ജെന്നിയെ കണ്ട് വിവരം പറയാമെന്ന് കരുതി ചെല്ലുമ്പോൾ അവൾ ക്ലാസ്സിലും ഇല്ല. ഛേ, ഈ പെണ്ണിത് എവിടെ പോയി? സഞ്ജു നിൽക്കുന്നത് കണ്ട് വസു അവൻ്റെ അടുത്തേക്ക് നടന്നു. സഞ്ജു, ജെന്നി എവിടെ? അനിയും തനിയും ലൈബ്രറി വരെ പോകുന്നു എന്ന് പറഞ്ഞു. ജെന്നി ഒപ്പം പോയിട്ടുണ്ടാകും. ആണോ? എന്നാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. സഞ്ജു ചിരിയോടെ തലയാട്ടി. ലൈബ്രറി ചെല്ലുമ്പോൾ അനിയും തസ്മിയും അവിടെയുണ്ട്. എന്നാ ജെന്നി ഇല്ല. വസു അമ്പരന്നു. എടോ, ജെന്നി എവിടെ? ദേവേട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞു പോന്നല്ലോ. കണ്ടില്ലേ? ഇല്ല. ഇല്ലേ? ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാകും അവൾ അങ്ങോട്ട് വന്നിട്ട്. എന്നിട്ട് പെണ്ണിത് എവിടെ പോയി? നോക്കട്ടെ. വസു ഫോൺ എടുത്ത് കോൾ ചെയ്തു. എന്നാ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വസുവിന് എന്തോ ടെൻഷൻ തോന്നി. അവൻ തൻ്റെ ക്ലാസ്സിലേക്ക് ഓടി. വിനുവിനോട് ജെന്നിയെ കണ്ടോ എന്ന് തിരക്കി. ഇല്ല എന്ന മറുപടി കേട്ടതും വസുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അനിയും തനിയും വസുവും വിനുവും ജെന്നി അന്വേഷിക്കാൻ തുടങ്ങി. സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന എലീനയെ കണ്ടതും അനിയുടെ നെറ്റി ചുളിഞ്ഞു. നീ ജെന്നിയെ കണ്ടോ? ഏത് ജെന്നി? എലീന അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ദേ മോളെ, സീനിയർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്റെ പല്ലടിച്ച് താഴെ ഇടും ഞാൻ. പറയടി, ഞങ്ങളുടെ ജെന്നി എവിടെ? അനി മുരണ്ടു. ദേ കൊച്ചേ, വെറുതെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ, ഞാനൊരു പന്നിയെയും കണ്ടില്ല. എലി! വസു ദേഷ്യത്തോടെ വിളിച്ചു. അവളുടെ മുഖം ചുവന്നു. ഇവർ എൻ്റെ മെക്കിട്ട് കയറിയപ്പോ നിന്റെ നാവ് പൊന്തിയില്ലല്ലോ. ഇപ്പൊ വന്നേക്കുന്നു. പോടാ! ചാടിത്തുള്ളി എലീന നടന്നുപോയി. ദേവേട്ട, ഇവൾക്കറിയാം നമ്മുടെ ജെന്നി എവിടെയാണെന്ന്. അനി ഉറപ്പിച്ചു. ഇവൾക്ക് ജെന്നി ഇഷ്ടമല്ല. ഞങ്ങൾക്കറിയാത്. ഇവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചു നോക്ക് ദേവേട്ട. ഇല്ല അനി, എലി അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ ദേഷ്യവും ചാട്ടവും വെറും ജാടയാണ്. ആള് പാവുക. ദേവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് എലീനയെ സംശയം തന്നെയാ. ഇവൾ മുകളിൽ നിന്നല്ലേ വന്നത്? അവിടെ എന്താ? അവിടെ പഴയ ലാബാ. ഇപ്പൊ ഇല്ല, പൂട്ടി. എന്നാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവർ വേഗം മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. പൂട്ടിക്കിടക്കുന്ന റൂമുകൾ കണ്ട് അവർ നിരാശരായി. ഇവിടെ ഇല്ല. വെറുതെ എലിയെ സംശയിച്ചു. വാ നോക്കാം. എടാ, കണ്ടോടാ? വിനു വിളിച്ചു ചോദിച്ചു. ഇല്ലടാ. എന്നാ വാ, നമുക്ക് ക്യാൻറ്റീനിലൊക്കെ നോക്കാം. ആ, അത് ശരിയാ. അവർ താഴേക്കിറങ്ങി. എന്നാ പൂട്ടിയ നിലയിലുള്ള റൂമിൽ ബോധമില്ലാതെ കിടക്കുകയാണ് ജെന്നി. അതറിയാതെ അവൾക്കായുള്ള തിരച്ചിലാണ് വസുദേവ്. കുറച്ച് ദിവസം ഞാൻ വല്ലാത്ത തിരക്കിലായിരുന്നു. ഒരു മരണമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? എല്ലാം കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ അപ്പം തുടങ്ങിയതാ ജലദോഷം. തുമ്മി തുമ്മി എനിക്ക് വയ്യ. ഇന്നിപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റുള്ള പാർട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗം വരെ 2-3 ദിവസം മുമ്പ് വോയിസ് കൊടുത്ത് വെച്ചിരുന്നയാ. ഇപ്പം ഈ പറയുന്ന വോയിസും അതും തമ്മിലുള്ള വോയിസും എത്രമാത്രം ചേഞ്ച് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മൂക്ക് ലേശം അടഞ്ഞിരിക്കുവാണേ. പിന്നെ എന്താ പറയുക, രാവിലെയൊക്കെ നല്ല തുമ്മലുണ്ടായിരുന്നു. തൊണ്ടയൊക്കെ ആകെപ്പാടെ കരകരാന്നുണ്ട്. എന്തായാലും ഇത്രയും ദിവസം നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ.
തരാതിരിക്കുന്നതും എനിക്കെന്തോ ഒരു ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഈ ചെറിയൊരു പാർട്ടിൽ വോയിസ് കൊടുത്തിട്ടത്. ഇനി എഴുതിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, വയ്യാത്തോണ്ടാണേ. പിന്നെ പറ്റിയാൽ എഴുതിയിട്ട് നാളെ തന്നെ തരാൻ ശ്രമിക്കാം.